ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് റോസ് ഫ്ലവർ ആണ്. അതിനുവേണ്ടി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുത്ത് ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി ഫോൾഡ് ചെയ്യുക. ശേഷം അതിന് മുകളിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് കിട്ടും. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് ഗം വെച്ച് പേസ്റ്റ് ചെയ്യുക. ഗായ്സ്, ഇനി സ്ട്രോയിൽ നമുക്ക് കോർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ റെഡിയായി. അടുത്തത് സേപ്പൽ ഉണ്ടാക്കുന്നതിനായി ഗ്രീൻ പേപ്പർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. റോസ് ഫ്ലവർ അതിൽ ഫിക്സ് ചെയ്ത് ലീവ്സ് കട്ട് ചെയ്ത് എടുക്കുക. ഗായ്സ്, നമ്മുടെ റോസ് ഫ്ലവർ റെഡിയായി. അടുത്തത് ഫ്ലവർ കാർഡ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി വൈറ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ശേഷം ഇതുപോലെ മടക്കി പേസ്റ്റ് ചെയ്യുക. ഇനി 2 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ കാർഡ് റെഡിയായി. അതുപോലെ തന്നെ ഇത് ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ്. ഇനി ലോലിപോപ്പ് സൺഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു യെല്ലോ പേപ്പർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു ലോലിപോപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളുടെ ലോലിപോപ്പ് സൺഫ്ലവർ റെഡി ആയി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഡെയ്സി ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക. ഒരു യെല്ലോ പേപ്പർ കട്ട് ചെയ്ത് ചോപ്പ് സ്റ്റിക്കിൽ ഇതുപോലെ മടക്കിയെടുക്കുക. അത് നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് ഫ്ലവറിൽ കോർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡെയ്സി ഫ്ലവർ റെഡിയായി. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.